വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്ക ബങ്കർ ബ്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചു. അമേരിക്ക ഇറാനിൽ 3 പ്രധാന ആണവ നിലയങ്ങളിൽ ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചു. ഇസ്ബഹാൻ, ഫോർദോ, നദാൻസ് എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. അതിൽ ഫോർദോയിൽ 3000 പൗണ്ടുള്ള ബങ്കർ ബസ്റ്റ് ബോംബ് ഉപയോഗിച്ചു. അത് പൂർണ്ണമായും തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഇതിനെതിരായി ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ആദ്യപടിയായി ബഹ്റിൻ ആക്രമിക്കുമെന്നും ഹോർമ്യൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നും ഹൂത്തികൾ യുദ്ധം തുടങ്ങി എന്നും പറഞ്ഞു. ശക്തമായി ഇറാൻ തിരിച്ചടിച്ചു. ഇസ്രയേലിലെ ജെറുസലേമിലും ഹൈഫയിലും വൻ സ്ഫോടന ശബ്ദം. 10ഓളം ഇടങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ നേരിട്ട് പതിച്ചു. ഇസ്രായേലിൽ വ്യാപക നാശനഷ്ടം. ആണവ കേന്ദ്രങ്ങളിൽ റേഡിയേഷൻ ഇല്ലെന്നും ആണവോർജ ഏജൻസി പറയുകയുണ്ടായി. അല്പസമയം മുമ്പ് ഇറാൻ TV പറയുകയുണ്ടായി, അമേരിക്കൻ പട്ടാളക്കാർ മാത്രമല്ല, അമേരിക്കൻ പൗരന്മാർ ഇനി മുതൽ ഞങ്ങളുടെ ടാർജറ്റാണെന്ന്. ആണവ കേന്ദ്രങ്ങളുടെ സമീപത്ത് നിന്ന് മാറേണ്ട സാഹചര്യം ഇല്ല എന്നും സമ്പുഷ്ട യുറേനിയം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു എന്നും ആക്രമണത്തിൽ ആണവ നിലയത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും പറയുകയുണ്ടായി. 20 നില ബിൽഡിങ്ങിന്റെ ആഴത്തിൽ തുരന്നു ചെന്നാൽ മാത്രമേ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിയുകയുള്ളൂ. അതിനിപ്പോൾ ഉപയോഗിച്ച 30 ടണ്ണിന്റെ ബോംബ് പോരാ എന്നും 300 ടണ്ണെങ്കിലും വേണ്ടിവരുമെന്നുമാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.